ശ്രീ അശോക് കുമാർ, ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സ്വാഭാവികമായും വരണമല്ലോ. അപ്പോൾ BJPക്ക് വോട്ട് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ മലപ്പുറത്തൊക്കെ ഇത്തരത്തിൽ സംവാദങ്ങൾ നടത്തുമ്പോഴും ഇവർ രണ്ടുപേരും കേരളം വിട്ടാൽ മലപ്പുറം വിട്ടാൽ ഒരേ സഖ്യത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നേരത്തെ ഇടതുപക്ഷ സുഹൃത്ത് സൂചിപ്പിച്ചു, ഈ പട്ടിണി മാറ്റാൻ പറ്റുമോ, ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ എന്ന്. ഈ പരിഹാരം കണ്ടിട്ടുള്ളത് ഏറ്റവും അനുഭവവേദ്യമായിട്ടുള്ളത് ത്രിപുരയിലെയും ബംഗാളിലെയും ജനങ്ങൾക്കാണ്. അവരെ 30 വർഷത്തിലധികം ചെങ്കൊടിയും പിടിച്ച് നടന്ന ആളുകൾ നരേന്ദ്രമോദി വന്ന് അവർക്ക് ശുചിമുറിയും വീടും വൈദ്യുതിയും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുത്തപ്പോൾ ആ കൊടി മാറ്റിവെച്ച് ത്രിപുരയിലെയും ബംഗാളിലെയും മുഴുവൻ സഖാക്കളും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭയിലാണ് കൊണ്ടോട്ടിയിൽ വെച്ച് മലപ്പുറത്തെ ബഹുമാന്യനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് PFIയുടെയും SDPIയുടെയും നേതാക്കളുമായി ചർച്ച നടത്തി. നമ്മളെല്ലാവരും കണ്ട, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. എന്തായാലും ഇപ്രാവശ്യം ചർച്ച നടത്തില്ല, കാരണം അവരൊക്കെ അങ്ങ് ഡൽഹിയിൽ ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ചർച്ച നടത്താൻ സാധ്യമല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ VD സതീശൻ സർട്ടിഫിക്കറ്റ് നൽകി. ആർക്ക്? ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് VD സതീശനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നയം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് കമ്മ്യൂണൽ ഫോഴ്സിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിലനിൽക്കാൻ